ഇങ്ങ് വരുമ്പോ ആകെ സീരിയസ് ആയിരുന്നു. എന്തൊക്കെയോ നമ്മളൊക്കെ ഒളിക്കുന്നുണ്ടെന്ന് കണ്ണേട്ടിന് ചെറുതായിട്ട് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. കണ്ണൻ ഒരു ദിവസം മാറ്റി നിർത്തിയിട്ട് ഞാൻ സത്യം അങ്ങ് പറയും, എന്ത് വരട്ടെ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രമോയിൽ ഒടുവിൽ മഹാലക്ഷ്മിയും കണ്ണനും തമ്മിൽ തെറ്റിപ്പിരിയുന്ന നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ വരാൻ പോകുന്നത്. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഇപ്പൊ നമ്മൾക്ക് മുന്നിലുള്ളോട്ടെ. കാരണം കണ്ണൻ ഭയങ്കര സീരിയസ് ആയിട്ടുണ്ട് അന്ന് നമ്മുടെ പ്രതാപന്റെ വായിൽ നിന്നും ഈ സത്യങ്ങൾ അറിഞ്ഞതിന് ശേഷം. അപ്പൊ കണ്ണൻ മിണ്ടാട്ടോ ഇല്ല ഒന്നുമില്ല, നമ്മുടെ മഹാലക്ഷ്മിനെ ആണെങ്കിലും ഭയങ്കര ദേഷ്യത്തോടു കൂടിയൊക്കെയാണ് നോക്കുന്നത്. കാര്യം വേറൊന്നുമല്ല, ഇതൊക്കെ ഇവരറിഞ്ഞിട്ടും തന്നിൽ നിന്നും ഒളിച്ചു വെച്ചതിലുള്ള ദേഷ്യമാണ് കണ്ണന് മൊത്തം. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി അമ്മയോട് എല്ലാവരോടും പറയുന്നുണ്ട്, കണ്ണേട്ടൻ അവിടെ പോയതിനു ശേഷം ഭയങ്കര ദേഷ്യത്തിലാണല്ലോ അമ്മയെ, കണ്ണേട്ടന്റെ മുഖഭാവം തന്നെ മാറുന്നുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട്, എനിക്കാകെ പേടിയാകുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പൊ കണ്ണനാണെങ്കിൽ കുറെ തീരുമാനങ്ങൾ മനസ്സിലിങ്ങനെ എടുത്തുറപ്പിച്ചൊക്കെ വെക്കുന്നുണ്ട്. അതായത് മഹാലക്ഷ്മിയുടെ കാര്യത്തിലും എല്ലാത്തിനും തന്നെ ഇത്ര നാളും വിഡ്ഢികളാക്കിയിരുന്നല്ലോ, താൻ സ്നേഹിച്ചവർ തന്നെയാണ് ഇത്ര നാളും മണ്ടന്മാരാക്കി എന്നുള്ള കുറെ ചോദ്യങ്ങളാണ് കണ്ണന്റെ മനസ്സിലെ. അപ്പുറത്ത് നമ്മുടെ അനന്തു ആണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ലേഖനോടാണോ മഹാലക്ഷ്മിയോടാണോ എന്നറിയില്ല, പറയുന്നുണ്ട് ഞാൻ എന്തായാലും കണ്ണനെ ഒരു ദിവസം മാറ്റി വിളിച്ചു നിർത്തി ഈ സത്യങ്ങളൊക്കെ പറയും, എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ നടക്കട്ടെ, ഇനിയും മറച്ചു വെക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ അനന്തു പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തൊക്കെ പൊട്ടിത്തെറികളാകും ഇനി വരാൻ പോകുന്നത് എന്ന് കണ്ടു തന്നെ അറിയണോട്ടോ കൂട്ടുകാരെ. കാത്തിരിക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.